ദുബൈയിലാണ് ഇവർ ഉണ്ടായിരുന്നത്. അവിടേക്ക് തന്നെ കടന്നിരിക്കാമെന്നും പോലീസ് കരുതുന്നുണ്ട്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിങ്ങൾ എല്ലാവരും ഒഴിവാക്കി എനിക്ക് ദുബായിക്ക് പോകേണ്ടി വന്നു. ഇതിൽ ആരോപണ വിധേയ യുവതിക്കെതിരെ പോലീസ് കേസെടുത്ത സാഹചര്യത്തിൽ അവർ വിദേശത്തേക്ക് കടന്നോ എന്നൊരു സംശയം ഉയർന്നിരിക്കുന്നു. മുന്നും പിന്നും നോക്കാതെ ചാടി പുറപ്പെട്ട ഇങ്ങനെ ഇരിക്കും. എന്റെ കഷ്ടകാലത്തിലാണ് ഞാൻ ആ വീലിന്റെ കാറ്റഴിച്ചു വിട്ടത്. എനിക്ക് വയ്യ, ഞാൻ ഇന്ത്യ വിടുകയാണ്. അന്വേഷണ സംഘം ഇന്നലെ വടകരയിലെ വീട്ടിലെത്തി യുവതിയുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തിയിരുന്നു. അതിനു പിന്നാലെയാണ് പോലീസ് കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇതിനുശേഷം ഒരുപക്ഷെ അറസ്റ്റിലേക്ക് അടക്കം കടന്നേക്കുമെന്നുള്ള ആശങ്ക രൂപപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിൽ ഈ യുവതി ഇപ്പോൾ വിദേശത്തേക്ക് കടന്നിരിക്കുന്നു എന്നുള്ള സൂചനകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇവർ ഇന്നലെ മൊഴിയെടുത്ത വീട്ടിൽ നിലവിലത്തെ സാഹചര്യത്തിൽ അവരില്ല. അതുകൊണ്ട് തന്നെ വിദേശത്തേക്ക് അവർ കടന്നു എന്നുള്ള ചില സൂചനകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ആർക്കൊന്ന് ആറ് തണുക്കുന്നവരെ നമ്മളൊന്ന് മാറിയിക്കണ്ടേ? മാവ് മാറി കണ്ടില്ലേ? വടകരയിലെ യുവതിയുടെ വീട്ടിലെത്തി അവരുടെ മൊഴിയും മെഡിക്കൽ കോളേജ് SHO രേഖപ്പെടുത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഈ യുവതി ഒളിവിൽ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. നിലവിൽ ഇവരെവിടെയാണ് എന്നുള്ളതിനെ കുറിച്ച് യാതൊരു വിവരവുമില്ല. ഇനി എന്നെ ആര് കാണണമെന്ന് ഞാൻ തീരുമാനിക്കും. അത് കാക്കിയാണേലും ശരി, കതറാണേലും ശരി. ഇത് പിറ്റേ ദിവസമാണ് നമ്മളെ മുതലാളി വിളിച്ചിട്ട് ചോദിക്കുന്നത്, ഈ വണ്ടിയിൽ എന്തെങ്കിലും പിന്നെ പ്രശ്നങ്ങളുണ്ടോ, ഇഷ്യൂ ഉണ്ടോ എന്ന് ചോദിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വണ്ടിയിലെ ഇഷ്യൂ കാര്യങ്ങളൊന്നും ഇല്ല. ഇവര് നമുക്ക് പരാതി തരുമോ അങ്ങനെ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. നമ്മളെ സാധാരണഗതിയിൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോൾ ഒരുപാട് ആൾക്കാർ ഒന്നിച്ച് കയറുന്നതാണ്. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. അതിൽ വേണ്ട തെണ്ടി. പല കാലങ്ങളോളം നീണ്ടു നിൽക്കുന്ന കോടതി വിചാരണയുടെ ദയാദാക്ഷിണ്യങ്ങൾക്ക് വിട്ടുകൊടുക്കാതെ ഇവനെയൊക്കെ തീർത്ത് കളയാണ് വേണ്ടത്. അങ്ങനെ മോശമായി ദീപക് പെരുമാറിയിട്ടുണ്ട് എങ്കിൽ ബസ്സിലെ അധികൃതരെ അറിയിക്കണമായിരുന്നു. അത് ഉണ്ടായിട്ടില്ല. കോളനി ശങ്കരനെ കൊണ്ടുള്ള പണി ഇന്നത്തോടെ തീരണം. പോലീസിനും ആ രീതിയിൽ പരാതി എത്തിയിട്ടില്ല എന്ന് വ്യക്തമാക്കുകയാണ്. അവിടെയാണ് ഒരു ദുരുദ്വേഷം. ഒരു കയ്യബദ്ധം അല്ല, ഇനിയിപ്പോ ഈ പറഞ്ഞ പോലെ ഭയങ്കര എന്താ പറയാ, ഒന്നും ചെയ്തിട്ടില്ല. ആ വ്യക്തിയിൽ നിന്ന് നേരിട്ടൊരു ക്രൂരത അത് തുറന്നു കാണിക്കാൻ വേണ്ടി എടുത്തൊരു വീഡിയോ ആണ്. അതൊരു സ്ക്രിപ്റ്റഡ് അല്ല. ബോൾഡായിട്ട് സ്റ്റബേൺ ആയിട്ട് പറയാൻ പറ്റണം. ഇതിപ്പോ കപ്പും പോയി വീടും പോയി തള്ളാൻ പോകുന്ന തോന്നുന്നു. കേരളത്തിലോട്ട് പോകാന്ന് വെച്ചാ കേരള പോലീസ് നല്ല ഇടിയാരുമല്ലേ? നിന്റെ പട്ടി